വിശുദ്ധാത്മാവിന്റെ വ്യക്തമായിട്ടുള്ള വേലയുടെ 4-ാം ദിവസം പരിശുദ്ധാത്മാവിന്റെ ദാനമായ ആത്മശക്തിക്കായി നമ്മളിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥന. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. പിതാവേ, അങ്ങയുടെ വിശ്വസ്തതയുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിന്റെ വെളിച്ചത്തിൽ നയിക്കുമല്ലോ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയാനും നല്ലത് തിരിച്ചറിയാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ. കർത്താവായ ഈശോ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സജീവശാലയിൽ നാമത്തോടെ കാത്തിരുന്ന വിശുദ്ധമ്മയുടെയും സ്ത്രീമാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേലും ഇറങ്ങി വരണമേ. കടഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും ആത്മാവേ, ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും ആവശ്യമായ കൃപ നൽകണമേ. ആമേൻ. താഴത്തെ വചനം ശ്രമിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 12 1 മുതലുള്ള തിരുവചനങ്ങൾ. സഹോദരരെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജാതിയിലായിരുന്നപ്പോൾ സംസാരശേഷിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അബദ്ധസഞ്ചാരം ചെയ്തിരിക്കുന്നത് ഓർക്കുന്നുണ്ടല്ലോ. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിക്കാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനവരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തന്റെ ശക്തത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിനെ തന്നെ
പ്രവൃത്തിയാണ് ഇതെല്ലാം. കർത്താവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ വരവിനായി കാത്തിരുന്ന് പന്തക്കുസ്തായ വലിയ തിരുനാളിലേക്ക് നമ്മൾ വരുകയാണല്ലോ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ കൂട്ടായ്മയ്ക്ക് ചേർന്ന രീതിയിൽ വിശുദ്ധാത്മാവ് ഇന്നത്തെ വചനം നൽകിയിരിക്കുന്നു. വിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ട് സഭാഗാത്രത്തെ പടുത്തുയർത്തുക എന്നുള്ള വലിയ ദൗത്യം വിശ്വനാമം ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമുക്കായി നൽകപ്പെട്ട വചനവും അത് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. വരങ്ങളും ദാനങ്ങളും എല്ലാം നൽകപ്പെടുന്നത് കർത്താവിൻ്റെ ഭൗതിക ശരീരമായ സഭയെ പടുത്തുയർത്തുക. നാം ഓരോരുത്തരും ഈ ആത്മാവിൻ്റെ നിറവിൽ ജീവിതത്തെ സൂക്ഷിക്കുക. ഗലാത്യർ 5:16 എപ്പോഴും ഓർമ്മിക്കാനുള്ള ഒരു വചനമാണ്. നിങ്ങൾ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുക. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. 2 Korinഥോസ് 4:4. ഈ ലോകത്തിൻ്റെ ദേവൻ പ്രവേശിച്ച അന്ധത ബാധിച്ച ഒരു സമൂഹത്തിലാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം ഓരോരുത്തരും നിയോഗിക്കപ്പെടുക. ലൗകിക മനുഷ്യന്റെ ദൈവാത്മാവിന്റെ ദാനങ്ങളെല്ലാം ഭോഷത്വം. 1:2-14 വിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെയുള്ള മനുഷ്യന്റെ ഇടയിൽ, അങ്ങനെയുള്ള കുടുംബാംഗങ്ങളുടെ ഇടയിൽ, അങ്ങനെയുള്ള ജീവിത പങ്കാളികളുടെയും മക്കളുടെയും മാതാപിതാക്കളുടെ ഇടയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ആദ്യമായി ഈശോ നമ്മെ വിളിച്ചിരിക്കുന്നത്. കുടുംബത്തിൽ ഈ ആത്മാവിന്റെ നിറവ് സൂക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ. ആയിരിക്കുന്ന ഭവനത്തിൽ ഈ പരിശുദ്ധാത്മ പ്രേരണ നമ്മളെ നിയന്ത്രിക്കട്ടെ. പ്രിയമുള്ളവരെ, അതിലൂടെ സഭാഗാത്രത്തെ പടുത്തുയർത്തുക എന്ന വലിയ ദൗത്യമാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഏൽപ്പിക്കുക. ഇന്നലെ ഒരു വീഡിയോ സാക്ഷ്യം കണ്ടത് ഓർക്കുകയാണ്. ഓസ്ട്രേലിയയിൽ 2008 ഹാർട്ട് അറ്റാക്ക് ബാധിച്ച് മരണാസന്നനായ ഒരു ഡോക്ടർ തൻ്റെ ഒരു സാക്ഷ്യം പങ്കുവച്ചത് ഇങ്ങനെയാണ്. ഡോക്ടർ ജോൺ ജോർജ് മലയാളിയാണ്. ഓസ്ട്രേലിയയിൽ അദ്ദേഹം ജോലി ചെയ്യുകയാണ്. 2008 അദ്ദേഹത്തിന് 39 വയസ്സ് പ്രായം. 30ഓളം കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് അതേ സ്പീഡിൽ ഒരു രോഗ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിചരണത്തിന് വേണ്ടി യാത്ര തിരിച്ച മനുഷ്യന് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. 39 വയസ്സുള്ള ഷോൺ ജോർജ് അദ്ദേഹം പെട്ടെന്ന് അസ്വസ്ഥനായി. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സഹായം ഇന്റേൺഷിപ്പ് ചെയ്തിരുന്ന ഒരു സഹായി ഡോക്ടറും കൂടെയുണ്ട്. അദ്ദേഹം പറയുന്നു, എനിക്കെന്തോ വലിയ അസ്വസ്ഥത അനുഭവപ്പെടുന്നു. വണ്ടി സൈഡാക്കി ആ ഇന്റേൺ ചെയ്തുകൊണ്ടിരുന്ന യുവ ഡോക്ടറോട് പറഞ്ഞത് പ്രകാരം നിങ്ങളെൻ്റെ പൾസ് ഒന്ന് പരിശോധിച്ചപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം സെർച്ച് ചെയ്തു അടുത്ത് എവിടെ ഒരു ഹോസ്പിറ്റൽ അവൈലബിലിറ്റി ഉണ്ട്. അങ്ങനെ ഒരു ചെറിയ ഹോസ്പിറ്റല്, വലിയ സാങ്കേതിക സംവിധാനങ്ങളൊന്നുമില്ല. അവിടെ എത്തുമ്പോൾ അവിടുത്തെ ഡോക്ടർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഫുഡ് ബ്രേക്കിന് പോയിരിക്കുക, ലഞ്ച് ബ്രേക്കിന് പോയിരിക്കുക. 2 നഴ്സുമാർ മാത്രമേ അവിടെ ഉള്ളൂ. അവരുടെ അടുത്തേക്ക് ചെല്ലി ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ, എനിക്ക് എത്രയും വേഗം എൻ്റെ ECG ഒന്ന് ചെക്ക് ചെയ്യണം. ECG പരിശോധിച്ചു. അത് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഡോക്ടേഴ്സൊന്നും അവിടെയില്ല. അതുകൊണ്ട് അവർ ECG എടുത്ത് റിപ്പോർട്ട് ഈ ഡോക്ടറുടെ കയ്യിലേക്ക് തന്നെ കൊടുത്തു. ഡോക്ടർ ജോൺ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ഒരു ഡോക്ടറായ ഞാൻ ആദ്യമായി എന്നെ തന്നെ പരിശോധിക്കുകയാണ്. എൻ്റെ ECG റിപ്പോർട്ട് കണ്ട് ഞാൻ അസ്വസ്ഥനായി. കാരണം ഈ സമയങ്ങളിൽ റിപ്പോർട്ട് പ്രകാരം 2 മൈൽഡ് അറ്റാക്ക് എനിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി എത്രത്തോളം യാത്ര മുന്നോട്ട് പോകുമെന്ന് പോലും തിരിച്ചറിയില്ല. അദ്ദേഹം പറയുന്നത് എൻ്റെ ശരീരം തളരുന്നു. ഇതെൻ്റെ തന്നെ റിപ്പോർട്ടാണല്ലോ. ഇങ്ങനെയൊരു റിപ്പോർട്ടിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരുപക്ഷെ ഒരു ഡോക്ടർക്ക് പോലും അനുഭവിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം ഒപ്പം എന്നവരോട് പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എത്രയും വേഗം എൻ്റെ ഭാര്യയെ വിളിക്കണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷെറിയെ ഉടൻ തന്നെ ഫോണിൽ വിളിച്ചു. ഡോക്ടർ കൂടിയായ ഷെറിയോട് ഷോൺ ഇങ്ങനെ പറഞ്ഞു, ഷെറി, എൻ്റെ ജീവിതം എത്ര നീളുമെന്ന് എനിക്കറിയില്ല. കാരണം 2 അറ്റാക്ക് കഴിഞ്ഞു.
ഇനിയൊരു സാങ്കേതിക സംവിധാനത്തിൻ്റെ സഹായം കിട്ടണമെങ്കിൽ ദൂരം ഒരുപാടുണ്ട്. എൻ്റെ കൂടെ ജൂനിയർ ഡോക്ടറുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്നെ താങ്ങാൻ പറ്റുമെന്നറിയില്ല. ഡോക്ടർ ഷെറി അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി പറഞ്ഞതെങ്ങനെ, ജോൺ, നീ ഭയപ്പെടരുത്, നീ ഇത് ഭയപ്പെടരുത്, ഞാൻ ദൈവകരങ്ങളിൽ നിന്നെ ഏൽപ്പിച്ച് ഈ സമയം മുഴുവൻ പ്രാർത്ഥിച്ചുകൊള്ളാം, നീ ധൈര്യമായിട്ട് എനിക്ക് തമ്പുരാൻ ഇടപെടും. പ്രിയമുള്ളവരെ, പിന്നെ ആ അസിസ്റ്റന്റ് ഡോക്ടറുടെ സഹായത്തോടെ ദീർഘമായ ഒരു യാത്രയ്ക്ക് ശേഷമാണ് ഹോസ്പിറ്റലിൽ എത്തുക. പക്ഷെ ആ സമയം അദ്ദേഹം ഈ ലോകം വിട്ട് പോയിരുന്നു. മെഡിക്കൽ സയൻസ് പ്രകാരം ഡോക്ടർ ജോൺ മരിച്ച് അല്ലെങ്കിൽ മരണത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഒപ്പം തന്നെ ഡോക്ടേഴ്സ് എല്ലാം പുറത്തു കൊണ്ടുവന്നു. അവരുടെ സാങ്കേതിക സംവിധാന പ്രകാരം ഇനി ബ്രെയിൻ ഡെത്ത് മാത്രമേ പ്രൂവ് ചെയ്യപ്പെടാനുള്ളൂ. അതിന് ഒരു 2 മണിക്കൂറിൻ്റെ ദൈർഘ്യം കഴിയുമ്പോൾ സംഭവിക്കും. കാരണം മെഡിക്കലി അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്താണ് ഡോക്ടർ ഷെറി അദ്ദേഹത്തിൻ്റെ ഈ വലിയ നിയോഗം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു. വാവിട്ട് നിലവിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ലോർഡ്, I need a miracle for my husband. I need a miracle for my husband. എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ദൈവമേ അങ്ങ് ഒരു അത്ഭുതം പ്രവർത്തിച്ചേ മതിയാവും. എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി അങ്ങ് ഒരു അത്ഭുതം പ്രവർത്തിച്ചേ മതിയാവും. ഡോക്ടർ ഷെറിക്കും അറിയാം എല്ലാം കയ്യിൽ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ECG വീണ്ടും പരിശോധിക്കുമ്പോൾ ഡോക്ടേഴ്സ് എല്ലാം തല കീഴ്പോട്ടാക്കിയിട്ടാണ് ECGയുടെ റിപ്പോർട്ടിലേക്ക് നോക്കിയത്. കാരണം ഒരു വേവ് പോലും മുകളിലേക്കില്ല. ഹാർട്ടിൻ്റെ എല്ലാ ബീറ്റിങ്ങുകളും അല്ലെങ്കിൽ എല്ലാ അടികളും അവസാനിച്ചിരിക്കുന്നു. ഈ സമയത്താണ് ഒപ്പം നിന്ന ഒരു ഡോക്ടർ ഇപ്രകാരം വലിയ അസ്വസ്ഥതയിൽ നിന്നിരുന്ന ഡോക്ടറുടെ കരം പിടിച്ചിട്ട് പറഞ്ഞത്, ഡോക്ടർ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സമയം കണ്ണു തുറന്നെ ഒന്ന് നോക്കി. മെഡിക്കലി ഒന്നും സാധ്യമല്ല എന്ന് ഉറപ്പുണ്ടായിരുന്ന വിശ്വാസിയായ ഒരു ലേഡി ഡോക്ടർ ഈ ഡോക്ടറുടെ കരം പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ഭാര്യ പറഞ്ഞത് പ്രകാരം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ഞാൻ നിന്റെ കരം പിടിച്ച് നിന്നോട് ചോദിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നെങ്കിൽ നീ ഇപ്പോൾ കണ്ണു തുറന്ന് തന്നെ നോക്കണം. ഒപ്പം നിങ്ങൾ ഡോക്ടേഴ്സും അദ്ദേഹത്തിന്റെ സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ അദ്ദേഹം നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് വിലപിച്ചു നിൽക്കുന്ന സമയമാണ്. ഡോക്ടർ ജോൺ എന്ന് ആവർത്തിച്ച് 3 വിളി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ജോണിന്റെ കണ്ണു തുറന്നു. വലിയ അത്ഭുതത്തോടെ ചുറ്റുമുണ്ടായിരുന്ന ഡോക്ടേഴ്സ് എല്ലാം ഓടി വന്നു. വൈദ്യശാസ്ത്ര പ്രകാരം മരിച്ച 85 മണിക്കൂർ കഴിഞ്ഞ് മനുഷ്യൻ തിരിച്ചു വരികയും, പ്രിയമുള്ളവരെ, ഡോക്ടർ ജോൺ കണ്ണുനീരോടെ പറഞ്ഞ ദീർഘമായ ഒരു സാക്ഷ്യത്തിന്റെ അവസാന ഭാഗം മാത്രം ഇന്നത്തെ ദൈവവചനമായി ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഡോക്ടർ ജോൺ അവസാനം പറഞ്ഞത് എങ്ങനെയാണ്? ഐ ഗോട്ട് എ സെക്കൻഡ് ചാൻസ്. എനിക്കൊരു രണ്ടാമത്തെ അവസരം കിട്ടി. എന്ന് അദ്ദേഹം പറയുക. തന്നെ ശ്രമിക്കുന്ന വിശ്വാസ സമൂഹത്തോട് അവിശ്വാസികളായിട്ടുള്ളവരോട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? എന്നെ ശുശ്രൂഷിച്ച 4 ഡോക്ടേഴ്സിൽ 2 പേര് ഇതരമനസ്ഥരാണ്, 4 പേരിൽ 2 പേര് അവിശ്വാസികളാണ്. പക്ഷെ അവരെല്ലാം ജീവിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ എന്റെ ജീവിതം കാരണമായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഐ ഗോട്ട് എ ചാൻസ് അഗൈൻ ബട്ട് യു മേ നോട്ട്. നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്റെ ജീവിതത്തിന്റെ അവശേഷിക്കുന്ന ദിവസം 1 മുതൽ 2008 ഒക്ടോബർ മാസം 27-ാം തീയതി എന്റെ ജീവിതം കർത്താവ് തിരിച്ചു തന്ന നിമിഷം മുതൽ ഒരു ലക്ഷ്യമേ എനിക്കുള്ളൂ. അത് നിത്യതയിലേക്കുള്ള ശ്രദ്ധയാണ്. ഐ മേ നോട്ട് ഗെറ്റ് എ ചാൻസ് മോർ. ഒന്നുകൂടി എനിക്ക് കിട്ടില്ല. അതിനു മുൻപേ ഞാൻ ഒരുങ്ങിയിരിക്കണം. ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഈ ലോകത്തിന്റെ അവസാനത്തിലെ കടന്നുപോകലിനെ കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഞാൻ നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ഒരുക്കുന്നത് ആ കടന്നുപോകലിന് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മളിൽ സംഭവിക്കേണ്ട ഏറ്റവും വലിയ മാറ്റം 16 പറയുന്ന പോലെ അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും. നിത്യതയെക്കുറിച്ചുള്ള ബോധ്യമാണ് പരിശുദ്ധാത്മ സാന്നിധ്യത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഇടപെടലുകളിൽ
ഒരു സഹോദരൻ ഒന്ന് പ്രാർത്ഥിച്ചു. ഒപ്പം നിന്ന് കുറേ നേരം ഇരുന്നിട്ട് അദ്ദേഹം ഒരു ഉപസാരവും പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്നോട് പറഞ്ഞത് അച്ഛൻ 2 ആഴ്ച മുമ്പ് നമ്മുടെ ഇടവപ്പള്ളിയിൽ വന്ന് ഒരു സുവിശേഷ സന്ദേശം നൽകിയില്ലേ? ഞാൻ ഒരുപാട് പേരെ ആത്മീയ ശുശ്രൂഷയിലേക്കൊക്കെ ഏൽപ്പിച്ചു വിടുന്ന ആളാണ്. അന്ന് പരിശുദ്ധാത്മാവ് അച്ഛനോട് പറഞ്ഞ ഒരു കാര്യം തന്നെ വളരെയേറെ അസ്വസ്ഥപ്പെടുത്തി. ഒരുപാട് പേരുടെ ആത്മരക്ഷയെ കുറിച്ച് ശ്രദ്ധയുള്ള ഞാൻ എന്റെ ആത്മരക്ഷയെ കുറിച്ച് വളരെ കുറച്ച് ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വലിയൊരു ശ്രദ്ധ അന്ന് മുതൽ തമ്പുരാന്റെ ആത്മാവ് എനിക്ക് തരികയാണ്. ഇവരെ പരിശുദ്ധാത്മാവ് ആദ്യം നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ്. നമ്മുടെ തന്നെ ആത്മരക്ഷയെ കുറിച്ചുള്ള ശ്രദ്ധ, അതിലേക്കുള്ള ഒരു വലിയ ആ മേഖലയിലേക്കുള്ള ഒരു വലിയ ശ്രദ്ധ ഒരുക്കവും ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കം, പിന്നീട് മേഖലകൾ അങ്ങനെ സൂക്ഷിച്ചുകൊണ്ടൊരു ജീവിത ശൈലി സംഭവിക്കട്ടെ. ഈ പന്തക്കുസ്തായില് ഇപ്രകാരം ഒരു ശ്രദ്ധ നമ്മുടെ ഉള്ളിലേക്ക് ആഴപ്പെടട്ടെ. ആത്മാവിന്റെ കാര്യങ്ങളിൽ കൂടുതൽ നമുക്ക് വ്യാപൃതരാണ്. ഈ ലോകത്തിന്റെ മേഖലകളിൽ നിന്നൊക്കെ ഒരുപാട് അകലെ പാലിക്കാനുള്ള ഒരു കൃപ വിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ. ഇത് മാത്രമേ പ്രധാനപ്പെട്ടതുള്ളൂ എന്ന് ഒരു വലിയ തിരിച്ചറിവ് നമുക്ക് ലഭിക്കട്ടെ. ലൂക്കാ 10:41-42 വചനത്തിൽ മത്തായിയോടും മറിയത്തോടും ഒക്കെ ഈശോ പറയുന്നത് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയ നല്ല ഭാഗം തെരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഏറ്റെടുത്തിരിക്കുന്ന നല്ല ഭാഗത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗം ഇത് തന്നെയായിരിക്കും. അവരോട് കൂടെ നിൽക്കുന്ന, അവരോട് കൂടെ ആയിരിക്കാനുള്ള ഒരു വലിയ കൃപ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഈ വലിയ അഭിഷേകം നിവേശിപ്പിക്കട്ടെ. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. തിരുവലകളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഗണിച്ച് ആത്മശക്തി എന്ന വലിയ പുണ്യം വിശുദ്ധാത്മാവ് നമ്മളിൽ ജ്വലിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആത്മധൈര്യം പ്രദാനം, ആത്മശക്തി ആത്മധൈര്യം പ്രദാനം ചെയ്യുന്നു. ഇതുമൂലം സകല ഭയങ്ങളെയും നാം അതിജീവിക്കുന്നു. ജനിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ പ്രത്യാശ കൈവിടാതെ നമ്മെ ഫലമേൽപ്പിക്കുന്നവ നിറവേറ്റാൻ സാധിക്കുന്നു. രക്ഷാകരമായ സഹനത്തിന്റെ വേളകളെ സന്തോഷത്തോടെ സ്വീകരിക്കാനും അവസാനം വരെ സഹിച്ചു നിന്ന് രക്ഷ സ്വന്തമാക്കാനും ആത്മശക്തി നമ്മെ യോഗ്യരാക്കുന്നു. പ്രാർത്ഥിക്കാം. അനുദിന ജീവിതത്തിൽ എപ്പോഴും നമ്മോടൊപ്പമായിരുന്ന, ഒപ്പമിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം. പരിശുദ്ധാത്മശക്തിയാൽ നയിക്കപ്പെടാനും അവിടുത്തെ ദാനമായ ആത്മശക്തിയാൽ നിറയപ്പെടാനും നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആദിമസഭയെ ശക്തിയിലും കൃപയുടെ നിറവിലും നയിച്ച പരിശുദ്ധാത്മാവെ, അങ്ങയിലുള്ള വിശ്വാസം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുന്നതിന് ആത്മാവിന്റെ ശക്തിയാൽ ലോകത്ത് ഞങ്ങൾ സഹിക്കേണ്ട പീഡനങ്ങളെയും കഷ്ടതകളെയും കുറിച്ച് അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. വിശ്വാസത്തിൽ ആഴപ്പെട്ട് ഞങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങളെ സ്വീകരിക്കാനുള്ള ശക്തിക്കായി വിശ്വാസത്തിനെതിരെ നടക്കുന്ന എല്ലാ പീഡനങ്ങൾക്കും നടുവിലും എല്ലാവരും പതറാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് സഹിച്ചു നിൽക്കുന്നതിനായി ഈ കാലഘട്ടത്തിന്റെ പ്രവാചകനാകാൻ വിളിക്കപ്പെട്ട ഞങ്ങളിൽ ഓരോ വ്യക്തികളിലും ചുറ്റുമുള്ള തിന്മകൾ തിരിച്ചറിയുന്നതിനും നന്മ മാത്രം സ്വീകരിച്ച് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നതിനുമായി നവീകരണ മുന്നേറ്റത്തിലെ നേതൃത്വങ്ങൾ അനേകർക്ക് മാതൃകയും പ്രചോദനവുമായി തീരുവാൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനെ വിളിച്ച് അപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യശക്തിയും മഹത്വവും
നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധനായ എൻ്റെ അമ്മയെ, ഈ പാപവഴികൾ പ്രവേശിക്കുന്നതിനും ഈശോയുടെ വിലയേറിയ തിരുരക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ. പാപത്താൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തു മാറ്റി എസെക്കിയേൽ പ്രവാചകൻ വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ ഹൃദയം തരണമേ. അവർക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസല ഹൃദയം ഞാൻ കൊടുക്കും. അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. പരിശുദ്ധയും സ്നേഹനിധിയുമായ എൻ്റെ അമ്മയെ, പരിശുദ്ധ സ്നേഹത്താൽ നിറഞ്ഞ് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കാനായി അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ. ഓ ദൈവമേ, പരിശുദ്ധാത്മഫലങ്ങളായ ക്ഷമയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ ആയിരിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ക്ഷമ കൈവിടാതെ മറ്റുള്ളവരോട് സുരക്ഷിതയോടെ വർദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അസ്വസ്ഥരാകുകയും കോപിക്കുകയും എതിർക്കുകയും ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളിലും അങ്ങ് ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും വിപരീത അനുഭവങ്ങൾ സംഭവിക്കുമ്പോഴും പ്രത്യാശ നഷ്ടപ്പെടാതെ എല്ലാ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന അങ്ങയുടെ പരിപാലനയിൽ ആശ്രയിച്ച് ക്ഷമയോടെ നിലകൊള്ളാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധാത്മാവിനെ നമുക്ക് നിശബ്ദതയിൽ മൗനമായി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനോടുള്ള തിരിയ കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പുത്ര ലോകവിമോചക പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധ ത്രിത്വമേ ദൈവമേ, പിതാവിന്റെ പുത്രന്റെ സമനായ പരിശുദ്ധാത്മാവേ, പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ലോകത്തിന്റെ മുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, പിതാവിന്റെ രൂപത്തിൽ യേശുവിന്റെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ, ഈ നാളത്തിന്റെ രൂപത്തിൽ ശിഷ്യന്മാരുടെ മേൽ വന്ന പരിശുദ്ധാത്മാവേ, ആലയ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന പരിശുദ്ധാത്മാവേ, യേശുവിന്റെ സാക്ഷികളാകാൻ ശക്തി പകരുന്ന പരിശുദ്ധാത്മാവേ, വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, സഭയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ, ഭൂതാശകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കൃപ നൽകുന്ന പരിശുദ്ധാത്മാവേ, പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ, നീതിബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ, അന്ത്യവിധിയെ പഠിപ്പിച്ച് പരിശുദ്ധാത്മാവേ, സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ആനയിക്കുന്ന പരിശുദ്ധാത്മാവേ, ജീവൻ സമൃദ്ധിയായി നൽകുന്ന പരിശുദ്ധാത്മാവേ, ബുദ്ധിയുടെ ദിവ്യപ്രകാശമേ, ജ്ഞാനത്തിന്റെ ഉറവിടമേ, അറിവിന്റെ പ്രകാശമേ, ദൈവഭയത്തിന്റെ പ്രകാശമേ, വിശ്വാസത്തിന്റെ ആത്മാവേ,
കരുണയുടെ ആത്മാവേ, ഐക്യത്തിന്റെ ആത്മാവേ, ശുദ്ധിയുടെ ആത്മാവേ, വിശ്വസ്തതയുടെ ആത്മാവേ, സഭയുടെ സംരക്ഷക, ദിവ്യകൃപയുടെ ഉറവിടമേ, സഹനത്തിൽ ആശ്വാസമേ, നിത്യപ്രകാശമേ, ജീവന്റെ ഉറവയെ, ആത്മീയ അഭിഷേകമേ, മാലാഖമാരുടെ ആനന്ദമേ, പ്രവാചകന്മാരുടെ പ്രചോദനമേ, അപ്പസ്തോലന്മാരുടെ ഗുരുവേ, രക്തസാക്ഷികളുടെ ശക്തിയുടെ ഉറവിടമേ, പരിശുദ്ധാത്മാവേ, കരുണയുള്ളവനേ, പരിശുദ്ധാത്മാവേ, കരുണയുള്ളവനേ, പരിശുദ്ധാത്മാവേ, കരുണയുള്ളവനേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാവരെയും വിശുദ്ധീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനെ, അങ്ങയുടെ ദാസരുടെ ഹൃദയത്തിൽ നിറയണമേ. അവിടുത്തെ അത്യുന്നതനായ ദൈവത്തിന്റെ ദാനവും ജീവന്റെ ഉറവിടവും ആധ്യാത്മിക അഭിഷേകവുമാണ്, അഗ്നിയും സ്നേഹവുമാണ്, അങ്ങ് പിതാവിന്റെ വാഗ്ദാനവുമാണ്, 7 ദാനങ്ങളുടെ ദാതാവാണ്. അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ. വിശുദ്ധിയോടെ ചിന്തിക്കാനും വിനയത്തോടെ സംസാരിക്കാനും വിവേകത്തോടെ പ്രവർത്തിക്കാനുള്ള വരം നൽകണമേ. സഹനങ്ങളുടെ ഇടയിൽ സ്ഥിരോത്സാഹത്തോടെ പിടിച്ചു നിൽക്കാനും സംശയങ്ങളെ ദൂരീകരിക്കുവാനും ജീവിതത്തിലെ മോഹഭംഗങ്ങളിൽ പ്രത്യാശ കൈവിടാതിരിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരിൽ അങ്ങേ കാണാനും അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് എല്ലാ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.